അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിൽ ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു ഗ്രഹമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ശനീശ്വരൻ ദോഷം മാത്രമേ എല്ലാവർക്കും തരികയുള്ളൂ എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ശനീശ്വരൻ നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്താണ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ വളരെ വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ്. 2025 മെയ് മാസം 14 കുറച്ചു രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, അതായത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം ശനിയും ബുധനും 30 ഡിഗ്രി കോണളവിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതുമൂലമാണ് കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റം കൊണ്ട് കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം യോഗങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് സാമ്പത്തിക അഭിവൃദ്ധി, സാമ്പത്തിക സൗഖ്യം, മാനസിക സൗഖ്യം, ഇതെല്ലാം തന്നെ ഈ രാശിയിലെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഈ രാശിയിലെ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എന്തെല്ലാം ഗുണഗണങ്ങളാണ് ലഭിക്കുന്നതെന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. 2025 മെയ് മാസം 14 ശനിയുടെയും ബുധൻ്റെയും സഞ്ചാരപഥത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ കർക്കിടകൻ രാശിയിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കാണ്. കർക്കിടകൻ രാശിയിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. അതായത് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണിപ്പോൾ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ മാനസികപരമായിട്ടും വളരെയധികം കഷ്ടകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്ക്. അതുകൂടാതെ ഇതെല്ലാം കൊണ്ട് തന്നെ കുടുംബത്ത് ഒരു സമാധാനവും ഇവർക്ക് ലഭിക്കുന്നില്ല. 2025 മെയ് മാസം 14 മുതൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ചയുടെ കാലഘട്ടമാണ് വരുന്നത്. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറും. വീട്ടിൽ സമാധാനം നിലനിൽക്കും. അവരുടെ മാനസിക വിഷമതകളെല്ലാം തന്നെ മാറി സന്തോഷപരമായ ഒരു അവസ്ഥയുണ്ടാകും. സ്ഥിരമായി ജോലി ഇല്ലായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരാഗ്രഹിച്ച ജോലി തന്നെ സ്ഥിരമായി ലഭിക്കും. അപ്രതീക്ഷിത ധനയോഗം ലഭിക്കും. എന്ന് വെച്ചാൽ ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ പണം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വർഷങ്ങളായി വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വിദേശത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായി വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണിത്. വളരെ നാളുകളായി രോഗാവസ്ഥയിൽ കഴിയുന്ന ഈ നക്ഷത്രത്തിലുള്ളവർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ മൂലം നിങ്ങളുടെ അസുഖങ്ങൾ പൂർണ്ണമായും ഭേദമാവുകയും പഴയ പോലെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടും ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല മാറ്റമുണ്ടാകുന്ന സമയമാണ് ഈ വരുന്നത്. നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതിക്ക് നാളികേരം മുടക്കുക, നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഈ മെയ് മാസം 14 മുതൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ കൊണ്ട് സൗഭാഗ്യങ്ങൾ വരുന്നത് വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനീഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ എന്ത് കാര്യങ്ങൾ തുടങ്ങി വെച്ചാലും അത് പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തുടങ്ങിയാൽ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ രാശിയിലെ നക്ഷത്രക്കാർ വീടുപണി തുടങ്ങി വെച്ചിട്ട് അതും പൂർത്തീകരിക്കാനാവാതെ നിന്നിട്ടുണ്ടാവാം. മെയ് മാസം 14 കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ലഭിക്കുന്ന ഭാഗ്യം ദൈവാധീനമാണ്. അതുകൂടാതെ വ്യക്തമായിട്ട് എന്ത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവർക്ക് വന്നു തരും. അതുകൊണ്ട് തന്നെ അവർ ഇനി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആയാലും ശരി, ചെയ്യുന്ന ജോലിയിൽ അവർക്ക് വളരെ ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇവർ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കിട്ടാത്ത പണമാണെങ്കിൽ അത് ഈ കാലയളവിൽ അവർ തിരിച്ചു കൊണ്ടു തരുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കുക പോലും വേണ്ട, കൊണ്ടുതരും. അതുപോലെ തന്നെ
നറുക്കെടുപ്പിലൂടെ ഇവർക്ക് ധനയോഗം വന്നു ചേരുന്നതായിരിക്കും. അതായത് ഈ നറുക്കെടുപ്പ് എന്ന് ഉദ്ദേശിച്ചത് ചിട്ടിയും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം ഇതെല്ലാം ഈ കാലയളവിൽ ഇവർക്ക് ലഭിക്കും. രാഷ്ട്രീയ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ പേരും പെരുമയും ലഭിക്കും. അവർ പ്രതീക്ഷിക്കാതെ ചില സ്ഥാനമാനങ്ങളിൽ അവർ എത്തിച്ചേരുന്നതായിരിക്കും. വർഷങ്ങളായിട്ട് അവർ മനസ്സിലാഗ്രഹിച്ച ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയാതെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ സ്ഥാനമാനങ്ങൾ ഈ സമയത്ത് ലഭിച്ചിരിക്കും. ഈ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച തോറും ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാടായി നടത്തുക. നിങ്ങൾ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. വഴിപാട് നടത്താൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലെങ്കിൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ പകുതി മാനസിക ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകുന്ന എന്ത് ദോഷങ്ങളായാലും അതിനൊരു പകുതി ശമനം ലഭിക്കുന്നതായിരിക്കും. ശനിയുടെയും ബുധൻ്റെയും മാറ്റങ്ങൾ കൊണ്ട് 2025 മെയ് മാസം 14 മുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന നക്ഷത്രക്കാർ മകരൻ രാശിയിലെ ഉത്രാടം, തിരുവോണം, ഔട്ടം നക്ഷത്രക്കാർക്കാണ്. ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് കർമ്മ മേഖലയിലുള്ള അഭിവൃദ്ധി എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ശത്രുക്ഷയവും കാണുന്നുണ്ട്. കർമ്മ മേഖല അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് വെച്ചടി വെച്ച് കയറ്റം തന്നെ ആയിരിക്കും ഇനി ലഭിക്കുവാൻ പോകുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ പ്രമോഷൻ ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകും. കൂടാതെ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുകയും പഴയ സ്ഥാപനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണം കടം കൊടുക്കാതിരിക്കുക. അത് എത്ര വലിയ സുഹൃത്തോ ബന്ധുവോ ആയിരുന്നാലും യാതൊരു കാരണവശാലും കടം കൊടുക്കരുത്. അത് നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ നശിക്കുവാൻ മാത്രമേ സഹായിക്കൂ. അതുപോലെ തന്നെ ജാമ്യം നിൽക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകുന്നതായിരിക്കും. കാരണം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അധികം മാറ്റം ഉണ്ടാകും ഈ കാലയളവിൽ. കലാരംഗം എന്ന് ഉദ്ദേശിച്ചത് സിനിമ, സീരിയൽ, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, അതുപോലുള്ള മേഖലയിൽ നാടകം ഒക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യമാണ്. എന്തുകൊണ്ടും വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന കാലഘട്ടമാണ് ഇനി വരുന്നത്. സമൂഹത്തിൽ പേരും പെരുമയും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കും. നാട്ടിലും വീട്ടിലും വളരെയേറെ ബഹുമാനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പ്രമോഷൻ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികം സേവ് ചെയ്യാനുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇതുവരെ നിങ്ങൾക്കൊരു സേവിങ്സ് ഇല്ല, സമ്പാദ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് നല്ല ആ രീതിയിൽ എങ്ങനെ സാമ്പത്തികം സേവ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു അതിനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള, അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമ്മുടെ ചിന്താശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നല്ല കാര്യപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കഴിവ് തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് വന്നിരിക്കും. എന്തുകൊണ്ടും വളരെയേറെ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ പറഞ്ഞ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഉള്ളത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും ഞാൻ പറയുകയാണ്, ഇതൊരു പൊതുഫലം മാത്രമാണ്. നിങ്ങളുടെ ശനി ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും പറഞ്ഞ ഭാഗ്യങ്ങൾ പരിപൂർണമായിട്ടും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ദയവ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജാതകമോ ഗ്രഹനിലയോ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജ്യോത്സ്യനെ കാണിച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ, ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഓരോരുത്തർക്കും അവരുടെ ഗ്രഹങ്ങൾ, അവരുടെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്ക് പല മാറ്റങ്ങളും കാണും. അപ്പോൾ ആ മാറ്റങ്ങളും നമ്മൾ പറയുന്ന ഈ പൊതുഫലമായതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്ന പോലുള്ള ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വഴിപാടുകളോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമോ ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് മാറി നിങ്ങൾക്ക് ഈ ഫലം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു യോഗം വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നെ മെസ്സേജ് മുഴുവൻ അറിയിക്കുക. പകുതി വെച്ച് കണ്ടിട്ട് ഒന്നും പറയരുത്. കാര്യം ഞാൻ പല മെസ്സേജിലും പല വീഡിയോയിലും പറയുന്നുണ്ട്, മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുന്നില്ല. എൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ഗ്രഹനിലയിലോ ജാതകത്തിലോ ഉള്ളത്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ചെറിയ ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥ,
എങ്ങനെ പോകും, എന്താണ് പ്രതിവിധി എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രമേ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.